UDFും BJPയും ചേർന്നുള്ള ഒരു ഒത്തുകളിയാണ്. ആ കളിയിൽ സതീശൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. പിണറായി വിജയൻ പറയും പോലെ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ. 77 മുഖ്യമന്ത്രിമാരെ കുറിച്ച് അറിയാമോ? ഒരു കൊല്ലം എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു? 365 ദിവസം 3 മുഖ്യമന്ത്രിമാർ. ഇപ്പോഴും 3 മുഖ്യമന്ത്രിമാരുണ്ടാവും ഈ കൊല്ലം. എക്സാലോജി വിവാദ വിഷയത്തിൽ കേരള രാഷ്ട്രീയം ഇതുവരെ കാണാത്ത രാഷ്ട്രീയ ഭൂകമ്പങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭവനത്തിൽ ഇന്ന് ED നടത്തിയ മിന്നൽ റെയ്ഡ് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. ഇത് ഒരു സ്വാഭാവിക നിയമ നടപടി മാത്രമാണെന്നാണ് കോൺഗ്രസിന്റെ വാദം. എന്നാൽ ഇത് CPIMനെ തകർക്കാൻ കോൺഗ്രസും BJPയും ചേർന്നൊരുക്കിയ കൃത്യമായ ഡീലാണെന്ന് ഇടതുപക്ഷവും ആരോപിക്കുന്നുണ്ട്. ഇതൊരു പ്രതികാര നടപടിയാണോ? ഈ നടപടിയെക്കുറിച്ച് പൊതുജനത്തിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് ചോദിച്ചു നോക്കാം. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറിയതിനു ശേഷമുള്ളൊരു ED റെയ്ഡാണ് ഈ വന്നിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണോ കാണുന്നത്? അതൊരു രാഷ്ട്രീയ പ്രതികാരം എന്ന രീതിയിൽ? തീർച്ചയായിട്ടും അത് നമുക്ക് സാധാരണക്കാർക്ക് ചിന്തിക്കാവുന്ന കേസല്ലേ ഉള്ളൂ. ഇത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. കാരണം പിണറായി ഇതിനു മുന്നേ മുഖ്യമന്ത്രി, ഇവർക്കും പിണറായിക്കും തിരിച്ച് ചെയ്യാമായിരുന്നല്ലോ, അദ്ദേഹം ചെയ്തിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് ഇവർ എല്ലാം പറയുന്നത് എന്താണ്, ഭയങ്കര തൻ്റെടക്കാരൻ മറ്റേന്നൊക്കെ അല്ലേ. അങ്ങനെ ഒരു മുഖ്യമന്ത്രി പദത്തിലിരിക്കുമ്പോൾ കുറേയൊക്കെ അതിൻ്റെ ആവശ്യമുണ്ട്. ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതമാണ്, അതിൽ ഒരു സംശയമില്ലാത്ത കാര്യം. ഇപ്പോൾ കണ്ണൂർ ഞാനിപ്പോൾ ന്യൂസ് കണ്ടിട്ട് വരാം, കണ്ണൂർ റെയ്ഡ് കഴിഞ്ഞു, എഴുതി കൊടുത്തല്ലോ അവിടെ ഒന്നും കിട്ടിയിട്ടില്ലെന്നോ. അതുപോലെ ഇതിപ്പോൾ നോക്കാം, നമുക്ക് കാണാം. പാർട്ടിക്കാരെന്തായാലും ചുമ്മാ നിൽക്കത്തില്ലല്ലോ. തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ പകപോക്കൽ തന്നെയാണ്. കാരണം ഇന്നലെ VD സതീശൻ ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയെയും നിർമ്മലാ സീതാരാമനെയും കണ്ട് ഗൂഢാലോചന നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ED ഈ പിണറായി വിജയനെയും മകളുടെ വീട്ടിലും പിണറായിയുടെ വീട്ടിലും മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും എല്ലാം ഈ റെയ്ഡ് നടത്തിയത്. എന്തെങ്കിലും കള്ളക്കഥ ഉണ്ടാക്കിക്കൊണ്ട് പിണറായി വിജയനെ ജയിലടയ്ക്കുകയാണ് അവിടെ ലക്ഷ്യം. അതാണ് BJPയും കോൺഗ്രസും കൂട്ടുചേർന്നും കൊണ്ടുള്ള ഒരു ആസൂത്രണ പരിപാടിയാണ് ഇത്. ഇത് 20 കൊല്ലം കൊണ്ട് പിണറായി വേട്ടയാടുന്നതിൻ്റെ ബാക്കി പത്രമാണ് ഇത്. കാലങ്ങളായി പിണറായിയെ മാത്രം എതിർത്താൽ പാർട്ടി നേരിടുന്നതിന് സമമാണ്. അതുകൊണ്ട് മാത്രമാണ് പിണറായിക്ക് നേരെ ഇതെല്ലാം വരുന്നത്. പിണറായി വിജയനെയും കുടുംബത്തിനെയും എന്നുള്ളതല്ല, പാർട്ടിയെ തകർക്കുക എന്നതാണ് ഇവരെ ലക്ഷ്യം. ഇതിനു മുമ്പ് അവർ ED റെയ്ഡ് ചെയ്യാത്തത്, മുഖ്യമന്ത്രി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ റെയ്ഡ് ചെയ്യാത്തത്. ഇപ്പോഴും VD സതീശനും കേന്ദ്ര സർക്കാരുമായിട്ട് ഉള്ള ഒത്തുകളി. മെനഞ്ഞാന്ന് സർക്കാരിനെ VD സതീശൻ കാണാൻ പോയിട്ട് വന്നിട്ടുള്ള പരിപാടിയാണ്. പകപോക്കലും ഈ പാർട്ടിയെ നശിപ്പിക്കുക, കേരളത്തിൽ ഇന്ത്യയിലെല്ലാം നശിപ്പിക്കുക എന്നുള്ള കോൺഗ്രസുമായിട്ട് കൂട്ടുപിടിച്ചുള്ള ഒരു നടപടിയാണെന്ന് മാത്രം തന്നെ ഇവിടെ സാധാരണ അരിയാഹാരം തിന്നുന്ന മലയാളിക്ക് മനസ്സിലാവും. ഇത് VD സതീശനും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും, അതായത് UDFും BJPയും ചേർന്നുള്ള ഒരു ഒത്തുകളിയാണ്. ആ കളിയിൽ സതീശൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. സതീശൻ എത്രമാത്രം ശ്രമിച്ചിട്ടും സതീശൻ്റെ പോലീസിനോ EDയുടെ കൂടെയുള്ളവർക്കോ ഒന്നും തന്നെ ഈ ജനകീയ മുന്നേറ്റത്തെ ചെറുക്കാൻ കഴിഞ്ഞോ? കോൺഗ്രസ് BJPയുടെ ഡീല് നമുക്ക് ഇലക്ഷന് മുമ്പേ ഒട്ടുമിക്ക ജനങ്ങൾക്ക് മനസ്സിലായതാണ്. അത് തന്നെയാണ് VD സതീശൻ, നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ നേരത്തെ തന്നെ പ്രസ് മീറ്റ് നടന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേ കണക്ക് നരേന്ദ്രമോദിനെ കാണാൻ പോകുന്നുണ്ടെന്ന്. മീഡിയ തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇവിടെ പറയേണ്ട കാരണമില്ലാന്ന്. അപ്പോൾ തന്നെ മോദിനെ കണ്ടിട്ട് ഇറങ്ങിയതിൻ്റെ അന്ന് തന്നെ ഇപ്പോൾ ഒരു വീടിനുള്ള കാര്യം എന്താണെന്ന് ഒട്ടുമിക്ക ആൾക്കാർക്ക് മനസ്സിലായി. CPIMനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും എല്ലാം ജനങ്ങളിടയിൽ ഇപ്പോഴും അത് മുദ്ര പതിഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ പോലീസ് ഒരു വീട്ടിലും കയറി ഒരാളിനെയും ആക്രമിക്കാത്ത ഒരു സംഭവമാണ് ഉണ്ടാക്കിയതെങ്കിൽ ഇപ്പം ഭരണത്തിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ജനങ്ങളെ പോലീസിനെ കൊണ്ട് തല്ലിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഇത് കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാവാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ VD സതീശൻ ഉൾപ്പെടുന്ന UDF ഭരണമെന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ വൻ പരാജയമാണ്. സതീശൻ എന്ന് പറയുന്നത് BJPയുടെ പകുതിയാണ്, മനസ്സിലായില്ലേ? സതീശൻ BJPയായിട്ട് നല്ല ധാരണയും അന്തർധാരയൊക്കെ ഉണ്ട്. BJPയും സതീശനും ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഈ കടുത്ത നടപടിയിലോട്ട് പോയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷം പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നല്ല രീതിയിലുള്ള വളഞ്ഞിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ട് പോലും പിണറായി വിജയനെ ഒരു രോമം പോലും തൊടാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസും ഡൽഹിയിലെ BJPയും ചേർന്നുകൊണ്ട് ആസൂത്രിതമായി പിണറായി വിജയനെ ജയിലടയ്ക്കാൻ വേണ്ടിയുള്ള ഗൂഢമായ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പുറത്താണ് ഈ പറയുന്ന 3 സീറ്റുകൾ അവർക്ക് അനുകൂലമായി കിട്ടിയത്. ഇവിടെ 3 സീറ്റ് എന്ന് പറഞ്ഞാൽ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം. ഈ 3 സീറ്റും അവർക്ക് കിട്ടാനുള്ള കാരണം ഈ കോൺഗ്രസ്സുകാരുടെ ഇതുകൊണ്ടാണ്. ഇപ്പം അമിത്ഷായുടെ വീട്ടിലാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇരിക്കുന്നത്. അവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ സാധാരണ മലയാളികൾ, എന്നെപ്പോലുള്ള മലയാളികൾ ചിന്തിക്കുന്നത്. VD സതീശൻ ഇപ്പോൾ അമിത്ഷായുടെ വീട്ടിൽ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണപ്പെട്ട ഒരു മലയാളി, പാർട്ടിക്കാരനൊന്നുമല്ല ഞാൻ.
മനസ്സിലായില്ല, ഞാനൊരു മലയാളി എന്നുള്ളത് ആ നിലയ്ക്ക് പറയുക. ആ നിലയ്ക്ക് ഇത് VD സതീശനും ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖരനും അടക്കമുള്ള ഡീലിൻ്റെ പുറത്ത് സംഭവിക്കുന്ന പരിപാടികളായിട്ടാണ് നമുക്ക് സാധാരണ മലയാളി എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയുടെ പേരിലും ഇതേ എക്സ്ട്രാ ലോജിക്കിൽ നിന്ന് ലിക്വിഡ് ക്യാഷ് വാങ്ങിയതാണ്. 2 മന്ത്രിമാരുണ്ട്, ഒരാളല്ല 2 പേരുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ പേരിലും ഉണ്ട്. പിണറായിയുടെ പുറത്ത് ഇത് കുതിര കയറിയാൽ മാത്രമേ CPM നേരിടാൻ പറ്റൂ. അതുകൊണ്ട് മാത്രമാണ് ഇത് നരേന്ദ്രമോദി മനഃപൂർവ്വം കേരളത്തിന് കരിവാരിക്കാൻ ചെയ്യുന്നത് മാത്രമാണ്. നമുക്കറിയാം കൊടകരയിലെ കുഴൽപ്പണ കേസുമായിട്ട് ബന്ധപ്പെട്ട് ED ഒരു ചുക്കും അവരെ തൊടാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല. ആ ഒരു രീതി നിൽക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ഒന്ന് പിണറായി വിജയനെ ആക്രമിക്കുന്നത്. പിണറായി വിജയനെ ആക്രമിക്കുന്നത് ഇന്ന് തൊട്ടൊന്നുമല്ല, പണ്ട് മുതൽ പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലം തൊട്ട് അവർ ലാവ്ലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രാവശ്യം പിണറായി വിജയനെ ജയിലാക്കാൻ നോക്കി. പക്ഷേ പിണറായി വിജയൻ ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പിണറായി വിജയൻ പറയും പോലെ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ. ഉപ്പതിന്നവൻ വെള്ളം കുടിക്കും സതീശനാണ്. 77 മുഖ്യമന്ത്രിമാരെ കുറിച്ച് അറിയാം. ഒരു കൊല്ലം എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു പറയണം. 365 ദിവസം 3 മുഖ്യമന്ത്രിമാർ. ഇപ്പോഴും 3 മുഖ്യമന്ത്രിമാരുണ്ടാവും ഈ കൊല്ലം. ഈ തെരഞ്ഞെടുപ്പിലെ മലയാളിക്ക് തെറ്റുപറ്റിയെന്ന് കേട്ട് കഴിഞ്ഞാൽ ശതമാനക്കണക്കിൽ നമ്മൾ സാങ്കേതികമായി 35 സീറ്റിലോട്ട് ഇടതുപക്ഷം ഒതുങ്ങിയെങ്കിലും 120, 102 സീറ്റോടുകൂടി അവർ അധികാരത്തിൽ വന്നെങ്കിലും ഇത് ഇപ്പോഴും അത് കുറേ കൂടെ വ്യക്തമാവാനുണ്ട്. ഇതിപ്പോൾ ജനങ്ങളെല്ലാവരും കൂടെ വോട്ട് ചെയ്ത് മലയാളിക്ക് പറ്റിയ തെറ്റാണോ, അതോ ഇനി EVM അല്ലേ അതിന് പറ്റിയ ശരിയാണോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ട കാര്യമാണ്. അത് മറനീക്കി പുറത്തു വരും. കാരണം മലയാളികൾ ഇന്ന് 3.5 കോടി മലയാളിയും കൂടെ ചേർന്ന് ഇവിടുത്തെ UDF അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി 102 സീറ്റ് കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന മലയാളി മണ്ടന്മാരൊന്നും അല്ല നമ്മൾ. ഒരു തെളിവും ഇല്ലാതെ 30 വർഷം കൊണ്ട് വേട്ടയാടുക ലാവലിൻ എന്ന് പറഞ്ഞിട്ട് അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു തെളിവും വേണ്ട. കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഒരു തെളിവും വേണ്ട.